ഈ ഒരു മാവിൻ്റെ ഹൈറ്റ് നോക്കിയേ, ഇത്രയും വലിയ മാവുകൾ ഞങ്ങൾ 2500 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതുപോലെ ഡ്രമ്മിനകത്ത് വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റിന് ഒത്തിരി ആവശ്യക്കാരുണ്ടെന്നറിയാം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും ചെറിയ വിലയ്ക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ്. വൻ മരങ്ങളല്ലേ? വൻ മരങ്ങളാണ്. ഇത് കണ്ടല്ലേ, വിയറ്റ്നാം സൂപ്പർ എർലി എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞു കായ്ക്കുകയാണ്. എല്ലാ വർഷവും ഇതിൻ്റെ കൊമ്പൊടിഞ്ഞ് ചാടും. ഇതിനൊക്കെ നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ മാത്രം ഇടയ്ക്ക് ഫോളിയറായിട്ട് കൊടുക്കുന്നു, സോയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ ഫോളിയറായിട്ട് ഇപ്പം ബ്ലൂമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂം നൈട്രോക്കിങ് ഫോളിയറായിട്ട് 2 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ. ബ്ലൂം നല്ല റിസൾട്ട് അല്ലേ? ഭയങ്കര റിസൾട്ടാണ്. 2 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ. ഇത് ഗംഗാപോണ്ട അനത്തിൽപ്പെട്ട ഒരു തെങ്ങാണ്. ഇതിന് നമ്മൾ വളർത്തിയത് സ്റ്റാർട്ടിങ് മുതലേ ഈ ഭൂമി പവറും പിന്നെ പ്രീമിയം, ഗ്രോ, നൈട്രോക്കിങ് ഇതൊക്കെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. കൃത്യം 2.5 വർഷമായപ്പോൾ ഇത് കായ്ച്ചു കിട്ടിയെന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ ചൂട് കൂടി നിൽക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ ഈ ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞത്. കാരണം മനുഷ്യർക്കുള്ള പോലെ തന്നെ ചെടികൾക്കും സ്ട്രെസ്സുണ്ട്. ആ സ്ട്രെസ്സിൽ നിന്ന് ചെടികൾക്ക് മോചനം കിട്ടാൻ വേണ്ടി സ്ട്രെസ് ഔട്ട് നമുക്ക് ഫോളിയറായിട്ട് സ്പ്രേ കൊടുക്കാം. അതുപോലെ മണ്ണിലും അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഏതൊരു കൃഷിക്കും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പ്രോഡക്റ്റുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ രീതിയിൽ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആൾക്കാർ ഓർഗാനിക് കൃഷിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മണ്ണിലേക്ക് ഒഴുക്കുന്ന വിഷത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കൃഷി ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു 5 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ഒരാളാണ്. സാധാരണ റിട്ടയർമെൻറ്റിന് ശേഷം എല്ലാവരും വെറുതെ ഇരിക്കുന്നൊരു രീതിയാണ് കാണുന്നത്. പക്ഷേ ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു. ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള ഒട്ടേറെ കർഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇന്ന് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ഈ ഗ്രീൻ പ്ലാനറ്റ് പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താനും കർഷകരെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സാണ് ഈ കാണുന്നത്. ഒട്ടേറെ അവാർഡ്സ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമുകളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള മൊമെൻറ്റോസൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ വർക്ക് ചെയ്യാം. പ്രത്യേകിച്ച് പുതിയ തലമുറ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ജോലി ചെയ്തിട്ട് നിസ്സാര ശമ്പളത്തിന് നിൽക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച് നല്ല രീതിയിൽ കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ലഭിക്കാൻ പറ്റുന്ന നല്ലൊരു തൊഴിലവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു തൊഴിൽ വേണ്ട, റിട്ടയർ ചെയ്ത ആളോ അതല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭകനായിട്ടുള്ള ചെറുപ്പക്കാരായിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും സക്സസ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും കമ്പനി ചെയ്തു തരുന്നുണ്ട്, ഒപ്പം തന്നെ ഞങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഏതൊരു കൃഷിക്കും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പ്രോഡക്റ്റുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. ഞാനത് കുറച്ച് പ്രോഡക്ട്സിൽ പരിചയപ്പെടുത്താം. ഒന്ന്, സീഡ് ട്രീറ്റ് ചെയ്യുന്നത് മുതലുള്ളതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇത് സീഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഉള്ളതാണ്. ഇത് സോയിൽ ട്രീറ്റ്മെൻറ്റിനുള്ളതാണ്. ഇത് രണ്ടും ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കാനുള്ളതാണ്. പ്രീമിയം എന്ന് പറയുന്നത് ബയോ പ്രോഡക്റ്റാണ്. 50ഓളം ബാക്ടീരിയ അടങ്ങിയതാണ്. ഇത് ഗ്രോത്ത് സ്റ്റേജിൽ കൊടുക്കാനുള്ള നൈട്രോക്കിങ്ങും ഗ്രോയും, ഫ്ലവറിങ് സ്റ്റേജിൽ കൊടുക്കുന്നതിനാണ് ബ്ലൂം ഉപയോഗിക്കുന്നത്. ഫ്രൂട്ടിംഗ് സ്റ്റേജ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്രൂട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഈ മൈക്കോറൈസാൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നല്ല വേരുപടൽ ഉണ്ടാവാൻ വേണ്ടിയാണെങ്കിൽ ഭൂമി പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനകത്ത് അമിനോ ആസിഡ്, സീവീഡ്, വൈറ്റമിൻസ് പോലുള്ള ഒട്ടേറെ കണ്ടൻറ്റുകളുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫംഗസിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇത്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് ഫംഗൽ. ഇത് സിസ്റ്റമിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ ചൂട് കൂടി നിൽക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ ഈ ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞത്. കാരണം മനുഷ്യർക്കുള്ള പോലെ തന്നെ ചെടികൾക്കും സ്ട്രെസ്സുണ്ട്. ആ സ്ട്രെസ്സിൽ നിന്ന് ചെടികൾക്ക് മോചനം കിട്ടാൻ വേണ്ടി സ്ട്രെസ് ഔട്ട് നമുക്ക് ഫോളിയറായിട്ട് സ്പ്രേ കൊടുക്കാം. അതുപോലെ മണ്ണിലും അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. വളരെ എഫക്റ്റീവാണ്. അത് പ്രത്യേകിച്ച് ഈ ഏലം, അതുപോലെ തന്നെ ജാതി, കുരുമുളക് എന്ന് വേണ്ട എല്ലാത്തരം കൃഷികൾക്കും നമുക്ക് ഈ സ്ട്രെസ് ഔട്ട്. പക്ഷേ ഇത് ഈ കൂടുതൽ ചൂട് കൂടി നിൽക്കുന്ന സമയത്തല്ല, ശരിക്കും ചൂട് കൂടുന്നതിന് മുമ്പുള്ള കാലാവസ്ഥയിലാണ് നമ്മളത് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ
ആ ചെടികൾക്ക് അതിനെ അതിജീവിക്കാനായിട്ട്, ഇപ്പം വേനലാണെങ്കിൽ വേനലിനെ അതിജീവിക്കാനായിട്ട്, മഴക്കാലമാണെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലത്തെ അതിജീവിക്കാനായിട്ടുള്ള ഒരു വലിയ ശക്തി കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സിലിക്ക കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ്. ഇവിടെ ഞാൻ വളരെ കുറച്ച് പ്രോഡക്ട്സുകളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് മുതൽ ഫ്ലവറിങ് സ്റ്റേജിലും ഫ്രൂട്ടിംഗ് സ്റ്റേജിലും വരെയുള്ള എല്ലാ ഘട്ടത്തിലുമുള്ള പ്രോഡക്ട്സുകൾ മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് പോലും നമുക്ക് ആശ്രയിക്കാതെ എല്ലാ കാര്യത്തിനും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം. ഇത് ശരിക്കും കർഷകർക്ക് ഒരു പുതിയ അറിവാണ്. കാരണം വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുമ്പോൾ പരമ്പരാഗത രീതിയും പുതിയ ടെക്നോളജിയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് കർഷകർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഒരു കർഷകൻ ഇത് എടുത്ത് ഉപയോഗിക്കുന്നതിലൂടെ അയാൾക്ക് ബിസിനസ് ചെയ്തും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. വലിയ മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. ചെറിയൊരു സംവിധാനത്തിൽ തുടങ്ങിയിട്ട് വലിയ സംരംഭമാക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. 23 വർഷമായിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്റ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അത് മാനുഫാക്ചർ ചെയ്യുന്നതിനും മാർക്കറ്റ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ലൈസൻസോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല അയൽ രാജ്യങ്ങളിലേക്ക് പോലും ഈ പ്രോഡക്റ്റുകൾ ഇന്ന് എത്തിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഭാവിക്ക് വേണ്ടി, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സേവ് ദ മദർ എർത്ത് എന്ന് പറയുന്ന ആ വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള കൃഷികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകളാണ് ഞാനിവിടെ പരിചയപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള കൃഷികൾക്കും നമുക്ക് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം. അത് ഏലം, ജാതി, കുരുമുളക്, കാപ്പി, അതല്ലെങ്കിൽ നെല്ല് എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള കൃഷികൾക്കും നമുക്ക് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, അത് കൃഷി ആരംഭം മുതൽ അതുപോലെ അവസാനം വരെയുള്ള എല്ലാ ഘട്ടത്തിലേക്കുള്ള പ്രോഡക്റ്റ്സുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. 5 സെൻറ്റ് മുതൽ 100 ഏക്കർ വരെയുള്ള ആളുകൾക്കും നമുക്ക് ഈ പ്രോഡക്ട്സുകൾ ലഭ്യമാക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷി എത്ര ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ലാർജ് സ്കെയിലായിക്കോട്ടെ, ഏത് ഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകൾക്കും നമ്മുടെ ഈ പ്രോഡക്ട്സുകൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾ ആദ്യം വളരെ കുറഞ്ഞ അളവിൽ ചെറിയ ഒരു ക്വാണ്ടിറ്റി മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ 100 തെങ്ങുള്ള ആൾക്ക് അല്ലെങ്കിൽ 100 ജാതി ഉള്ളവർക്ക് 10 ജാതിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് ചെയ്യുക. റിസൾട്ട് ബോധ്യപ്പെട്ട് മാത്രം നിങ്ങൾ പോകാനാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഒരാളെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രശ്നമില്ല. 100% നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മേടിച്ച് ഉപയോഗിക്കുക. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസും ഞങ്ങൾ ഇവിടുന്ന് നൽകുന്നുണ്ട്. ഇത് ബയോ പൊട്ടാഷാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷാണ്. പക്ഷേ ഇത് ബയോ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പൊട്ടാഷാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രാസവളം കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ലയിച്ച് ചേർന്ന് അതിൻ്റെ ഇടപാടപ്പോഴേ തീരും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സ്ലോ റിലീസ് ടെക്നോളജിയാണ്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് ചെടിക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഇത് ചെടി വലിച്ചെടുക്കുകയുള്ളൂ. പിന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. മണ്ണിന് അല്ലെങ്കിൽ പ്രകൃതിക്കോ യാതൊരു ദോഷവും ഇല്ലാത്ത രീതിയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് ഇവിടെ പ്രോം എന്ന് പറയുന്നൊരു വളമുണ്ട്. ഫോസ്ഫേറ്റ് റിച്ച് ഓർഗാനിക് മാനുവർ എന്ന് പറയുന്ന ഒരു വളമാണ്. ഇത് ഫോസ്ഫറസ് കണ്ടൻറ്റാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. 100% ഓർഗാനിക് സോഴ്സിലൂടെയാണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തരം വളപ്രയോഗത്തിലൂടെ നമ്മുടെ മണ്ണിൻ്റെ ഘടനയ്ക്ക് യാതൊരു ദോഷവും ഉണ്ടാവാതെ മണ്ണിൽ നമ്മൾ സാധാരണ വളം കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അവശേഷിപ്പുകൾ മണ്ണിലുണ്ടാവും. അതാണ് നമ്മൾ മണ്ണിനെ ദോഷപ്പെടുത്തുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ദോഷവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് കൃഷി ചെയ്യാനായിട്ട്, കാരണം നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം. പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനും മനുഷ്യനും ദോഷമില്ലാത്ത രീതിയിലുള്ള കൃഷി, ആ കൃഷിയെ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ ഫാമിംഗ് ആണ്. എന്നുവെച്ചാൽ സുസ്ഥിരമായിട്ടുള്ള കൃഷി. സുസ്ഥിരമായ കൃഷിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ചില പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ മാർഗ്ഗങ്ങളും കൂടെ സ്വീകരിക്കണം. നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള കൃഷി നല്ലതാണ്. ഒപ്പം തന്നെ പുതിയ ടെക്നോളജിയും കൂടെ ചേർത്തിട്ടുള്ള കൃഷികളായിരിക്കും ഇനിയുള്ള കാലത്തിൽ ഏറ്റവും നല്ലത്.
മറ്റൊരു പ്രോഡക്റ്റ് ഞാനിവിടെ പരിചയപ്പെടുത്തുക. ഇത് ഭൂമി പവർ എന്ന് പറയുന്ന ഒരു ഗ്രാനുൾ ആണ് ഇതിനകത്തുള്ളത്. ഭൂമി പവർ ഇതൊരു ബയോ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ സാധാരണ ഈ പ്രോഡക്റ്റ് 25 കിലോയോ അല്ലെങ്കിൽ 50 കിലോ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഈ പ്രോഡക്റ്റ് ഒരു 4 മുതൽ 6 കിലോ വരെ ഒരു ഏക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് അമിനോ ആസിഡ്സ്, സീവീഡ്, വൈറ്റമിൻസ്, മിനറൽസ്, ഹ്യൂമിക് ആസിഡ് പോലുള്ള ഒട്ടേറെ കണ്ടൻറ്റുകളുണ്ടെന്ന് മാത്രമല്ല ഏത് ചെടിയും നടുന്ന സമയത്തും അല്ലെങ്കിൽ ആ ചെടിയുടെ ഗ്രോത്ത് സ്റ്റേജിലും ഫ്ലവർ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഇന്ന് കേരളത്തിലെ കർഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഭൂമി പവർ എന്ന് പറയുന്ന ഈ ഗ്രാനുൾ. നമുക്ക് ഈ ബയോ പൊട്ടാഷും അതുപോലെ തന്നെ ഈ പ്രോബ് എന്ന് പറഞ്ഞ വളമൊക്കെ ഇത് 25 കിലോ ബാഗിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് കേരളത്തിൽ എല്ലായിടത്തേക്കും നമ്മളിവിടുന്ന് കൊറിയറായിട്ടും പാഴ്സലായിട്ടുമൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭൂമി പവർ എന്ന് പറയുന്നത് 4 കിലോയും 12 കിലോയും ആയിട്ടുള്ള ബാഗ്സിലാണ് വരുന്നത്. 4 കിലോയും 12 കിലോയായിട്ട് ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതിലും കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളവർക്ക് നമ്മളിവിടുന്ന് റീപാക്ക് ചെയ്തിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് വളം വാങ്ങിക്കൊണ്ട് പോയിട്ടേ റിസൾട്ട് കിട്ടിയില്ലെന്ന് പരാതികൾ വന്നിട്ടുണ്ടോ? ഇവിടുന്ന് ഈ തരത്തിലുള്ള വളം മേടിച്ചുകൊണ്ട് പോയ ഒരാൾക്ക് പോലും ഈ റിസൾട്ട് കിട്ടിയില്ല എന്ന് ഒരാൾ പോലും പറയുന്നില്ല എന്നുള്ളതാണ്. നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ മാത്രമാണ്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോലും ആളുകൾ ഇത് ആവശ്യപ്പെട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലത്തേക്കുണ്ട്, അതുപോലെ തന്നെ കുവൈറ്റ് പോലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നവരൊക്കെ വീണ്ടും വീണ്ടും ഇത് കൊണ്ടുപോകാൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആർക്കും ഒരു ആക്ഷേപവും ഇല്ല. എല്ലാം 100% റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 25 കിലോ പായ്ക്കും അതുപോലെ തന്നെ 12 കിലോയുടെ ബാഗൊക്കെ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നേരിട്ട് വരുന്നവർക്ക് നമ്മളിതുപോലെ റീപാക്ക് ചെയ്തിട്ട് 5 കിലോ 10 കിലോ അല്ലെങ്കിൽ 2 കിലോ അങ്ങനെയൊക്കെ വേണ്ടവർക്ക് നമ്മൾ നേരിട്ട് വരുന്നവർക്ക് ഇവിടുന്ന് ഈ പ്രോഡക്റ്റുകൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റികൾ പോലും കൊടുക്കുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി പോലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫാബ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ജാതിയാണ്. ഇത് 2.5 വർഷം ഒക്കെ പ്രായമായതാണ്. ഇത് കണ്ടില്ലേ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത് കായ്ച്ച് കിടക്കുന്നത് കണ്ടില്ലേ. ഇപ്പോൾ നമ്മുടെ ഏതൊരു കർഷകനാണെങ്കിലും ഇതേപോലെയൊക്കെ കായ്ച്ച് കിടക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടാണ് വെക്കുന്നത്. പക്ഷെ പലർക്കും ഈ ഒരു റിസൾട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഞാൻ ധൈര്യമായിട്ട് പറയാം, ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഈ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബ്ലൂം എന്ന് പറയുന്നൊരു വളമുണ്ട്, ബ്ലൂം. അത് ഇടയ്ക്ക് ഫോളിയറായിട്ട് സ്പ്രേ കൊടുത്താൽ മതി. പിന്നെ മണ്ണിൽ ഭൂമി പവർ പോലുള്ള ഗ്രാനുൾസ് കൊടുക്കുക. ഇതുപോലെ സ്പ്രേ കൊടുക്കാൻ പറ്റിയ സ്പ്രേ കൊടുക്കുക, അല്ലെങ്കിൽ കലക്കി ഒഴിക്കാൻ പറ്റുമെങ്കിൽ കലക്കി ഒഴിക്കുക. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ജാതിയെല്ലാം കായ്ക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ വലിയ ജാതിയൊക്കെ നിൽപ്പുണ്ട്. ഇത് ഒരു 8 വർഷം 10 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. അത് കണ്ടില്ലേ, അതിലൊക്കെ നന്നായിട്ട് തന്നെ കായ് പിടിക്കുന്നുണ്ട്, നിറഞ്ഞ് കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമി പവറും അതുപോലെ തന്നെ ഈ ബ്ലൂം, നൈട്രോ കിങ്, ഗ്രോ ഇതുപോലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ ഫോളിയറായിട്ടും അതുപോലെ തന്നെ മണ്ണിൽ സോയിൽ ആപ്ലിക്കേഷനായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. മാംഗോസിനൊക്കെ എന്ന് പറയുന്നത് വളരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന എല്ലാ പ്ലാന്റ്സും ഭയങ്കര ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നു. ഈ പുലാസം കണ്ടല്ലേ, ഇത് ഈ കഴിഞ്ഞ വർഷം മുതലേ പൂത്തു തുടങ്ങിയതാണ്. ഇത്തവണ കായ് പിടിച്ചിട്ടുണ്ട്, കുറേ എണ്ണത്തിൽ കായ് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നിൽക്കുന്നു. ഒരു 3 വർഷത്തിൽ താഴെ ആയുള്ളൂ ഇത് വെച്ചിട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വളങ്ങൾ കൊടുത്തതിൽ? ഇതിൽ നമ്മളിപ്പോൾ ഫോളിയറായിട്ട് ഇപ്പം ബ്ലൂമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂം, നൈട്രോ കിങ് ഫോളിയറായിട്ട് 2 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ. ബ്ലൂം നല്ല റിസൾട്ട് അല്ലേ? ഭയങ്കര റിസൾട്ടാണ്. 2 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചാൽ 500 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റും. ആ ഒരു ബോട്ടിൽ മാത്രം വെച്ചിട്ട്, ഒരു ബോട്ടിൽ വെച്ചിട്ട്. അപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസൾട്ട് ആണെങ്കിൽ പക്കാ റിസൾട്ട്. അതെ അതെ, നമ്മൾ ഏതൊരു പ്ലാന്റിനാണെങ്കിലും, ഇപ്പോൾ ഫ്ലവർ ചെയ്യേണ്ട ഏതൊരു പ്ലാന്റിനാണെങ്കിലും ഈ ബ്ലൂം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്ന എല്ലാവരും പറയുന്നത്. ഇതിൻ്റെ ഗ്രോത്തിനെ വെച്ച് പറയുകയാണെങ്കിൽ ഇത് കാണുക, ഒരു മാംഗോസ്റ്റും വെച്ചിട്ടും ഒരു 2-2.5 വർഷമായിട്ടുള്ളൂ മാംഗോസ്റ്റിന്. ഇതിൻ്റെ ഗ്രോത്ത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ അത് വളർന്നു നിൽക്കുന്നു. അതല്ലെങ്കിൽ റംബൂട്ടാൻ, ഏതിന് വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫ്രൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ തെങ്ങിനിട്ട് നോക്കുക, ആ തെങ്ങൊക്കെ അത് കണ്ടില്ലേ ചൊട്ടയായി അത് നിൽക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാവേൽ നോക്കുക, ആ പ്ലാവ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു പ്ലാവ് നോക്കുക. ഇത് ഗംഗാപോണ്ടമാണ്. 2.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങിയതാണ്.
ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നിട്ടാണ് ഈ ഗംഗാപട്ടണത്തിന് നല്ല എണ്ണമയം ഉണ്ട് കേട്ടോ. എല്ലാവരും പറയും അതിനകത്ത് എണ്ണമയമില്ലെന്ന്, പക്ഷേ അത്യാവശ്യം എണ്ണമയുണ്ട്. കുറച്ച് കാമ്പിച്ചിട്ട് കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് നേരിട്ട് വന്ന് പറിച്ചെടുത്തുണ്ട്. ഇപ്പോൾ 2 കൊല ഞാനിട്ട് ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനിയും ഇത് ഇടാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളർത്താവുന്നൊരു സാധനമാണ്. നല്ല രീതിയിൽ കെയറിങ് കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ചെല്ല് കുത്തി പോവാതിരിക്കാൻ, ചെല്ല് കുത്തുന്നതിനുള്ള റെമഡി നമുക്കുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഈ തെങ്ങൊക്കെ ആ ചെല്ല് കുത്താതിരിക്കാനുള്ള ആ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെ കാച്ചി നിൽക്കുന്നത്. ചെല്ലി ആക്രമണം ഇതിന് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ചെല്ലി ആക്രമണം ഇതിനൊക്കെ കൂടുതലാണ്. കാരണം ഇതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. ഇത് നമ്മുടെ കരിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കരിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഹാർഡ് ഇതിൻ്റെ ഈ ഫൈബറൊക്കെ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആക്രമണം. പക്ഷേ നമ്മൾ ഈ അതിന് നമുക്ക് പെസ്റ്റോഹിറ്റ് NP എന്ന് പറയുന്ന 2 പ്രോഡക്റ്റും ഉണ്ട്. അത് കലക്കി ചൂട്ടിലൊഴിച്ചാൽ മതി. മേളിൽ കയറി ഒഴിക്കണ്ട, വലിയ തെങ്ങാണെങ്കിൽ മേളിൽ ഒഴിക്കണ്ട, താഴെ കൊടുത്താൽ മതി. ഇന്ന് അത് ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. കാരണം തെങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ പ്രോഡക്ട്സുകൾ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ഒട്ടേറെ ആളുകൾ, കർഷകരുണ്ട്. ഇത് ഗംഗാബോണ്ട ഇനത്തിൽപ്പെട്ട ഒരു തെങ്ങാണ്. ഇതിന് നമ്മൾ വളർത്തിയത് സ്റ്റാർട്ടിങ് മുതലേ ഈ ഭൂമി പവറും പിന്നെ പ്രീമിയം, ഗ്രോ, നൈറ്റ് റോക്കിങ് ഇതൊക്കെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. കൃത്യം 2.5 വർഷമായപ്പോൾ ഇത് കായ്ച്ചു കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പൊട്ടാഷ്യം പ്രോമും ഞാൻ ആദ്യം കാണിച്ച് പൊട്ടാഷ്യം പ്രോമൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചെല്ല് കുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പെസ്റ്റോഹിറ്റ് NP എന്ന് പറയുന്ന 2 പ്രോഡക്റ്റ് ഉണ്ട്. 5 മില്ലി പെസ്റ്റോഹിറ്റ്, 5 മില്ലി PPNB, 5 മില്ലി സ്പ്രെഡോളും ചേർത്തിട്ട് കലക്കി ചോട്ടിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ മേളിൽ കൊടുക്കണമെന്നില്ല, വെറുതെ ചോട്ടിൽ കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 45 ദിവസത്തേന് അതിൻ്റെ സംരക്ഷണം ഈ സംഗതി കൃത്യമായിട്ട് ചെയ്തോളും. ആർക്കെങ്കിലും അങ്ങനെ സംരക്ഷണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഗതികൾ നിങ്ങൾ ഫോളോ ചെയ്തോളുക. നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. തന്നെയല്ല, ഇതൊന്നും ഒരു കീടനാശിനി എന്ന് വെച്ചാൽ മനുഷ്യന് ഹാനികരമാകുന്ന ഒരു കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. 0% റെസിഡ്യൂ ആണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് കഴിക്കാനാണെന്നുള്ള ബോധ്യമുള്ളതിൽ മറ്റുള്ളവർക്ക് കഴിക്കാനുള്ളതാണെങ്കിലും ആ ബോധ്യത്തോടു കൂടി ഈ ആവശ്യമില്ലാതെ കെമിക്കൽസും അതുപോലെ തന്നെ ഈ പെസ്റ്റിസൈഡ്സും നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൃഷി രീതി പിന്തുടരുക. അതിനെല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. 2 തരത്തിലുള്ള ചെല്ലിയാണ് ഈ തെങ്ങുകളെ ആക്രമിക്കുന്നത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ചെമ്പൻ ചെല്ലിയാണ്. ചെമ്പൻ ചെല്ലിയാണ് നമ്മുടെ തെങ്ങുകളെ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് സംരക്ഷണം നേടണം എന്ന ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അവർക്ക് നമ്മളിവിടുന്ന് പ്രോഡക്റ്റുകൾ കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ തെങ്ങുകളെ സംരക്ഷിക്കാൻ 100% നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾക്കത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉപയോഗിക്കേണ്ട രീതികൾ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, മറ്റ് സപ്പോർട്ടെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരുന്നതാണ്. സൻഡാല ആൽബം എന്ന് പറയുന്ന മറയൂർ ചന്ദനത്തൈകളാണ്. നമ്മുടെ ഒരു രാജകീയ വൃക്ഷമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ചന്ദനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഏതാണ്ട് വയനാട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലേക്കും ഞങ്ങളിതിൻ്റെ ചന്ദനത്തൈകൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. തൈകൾ മാത്രമല്ല ഇവിടെ കൊടുക്കുന്നത്. ഇത് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്നതിന് ആവശ്യമായ ടെക്നോളജി കൂടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഒട്ടേറെ പ്ലാന്റേഷൻസ് ഇന്ന് വയനാട് മുതൽ തിരുവനന്തപുരം വരെ പല ജില്ലകളിലും വളരെ നന്നായിട്ട് സക്സസ് ആയിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും, കൂടുതൽ ഹോൾസെയിലാണ് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ വേണ്ടവർക്കും ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണ്ടവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത് വളർത്തുന്നതിനാവശ്യമായ എല്ലാ കൃഷി രീതികളും സമയാസമയങ്ങൾ അതിന് വേണ്ട ഗൈഡൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപമായിട്ട് നമ്മുടെ എല്ലാ കൃഷിയിടങ്ങളിലും നമുക്ക് കുറച്ച് സ്ഥലം ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു നിക്ഷേപമായിട്ട് നമുക്ക് എല്ലാവർക്കും ചന്ദനത്തൈ വെച്ചുപിടിപ്പിക്കാം. ഇത് കണ്ടില്ലേ, വിയറ്റ്നാം സൂപ്പർ എർലി എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കായ്ക്കുകയാണ്. എല്ലാ വർഷവും ഇതിൻ്റെ കൊമ്പൊടിഞ്ഞ് ചാടും. ഇതിനൊക്കെ നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ മാത്രം ഇടയ്ക്ക് ഫോളിയറായിട്ട് കൊടുക്കുന്നു, സോയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒടിഞ്ഞ രീതിയിലുണ്ടാവും. ഇത് ഈ പ്ലാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മാവായിക്കോട്ടെ, ഫ്രൂട്ട് പ്ലാന്റ്സ് ഏതുമായിക്കോട്ടെ, ഏതിനെയും നന്നായിട്ട് വളർത്താനും കായ്പ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നു. ശരിക്കും ഈ മുറ്റത്തെ പ്ലാവ് ഒരു പരസ്യമാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ ഈ പ്ലാവ് കൊണ്ട് തന്നെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആളുകൾ നമ്മുടെ നഴ്സറിയിൽ കയറിയിട്ട് ഇതുപോലെ വാങ്ങിക്കൊണ്ടിരുന്നത്. 100 കണക്കിന് പ്ലാവിൻ്റെ തൈകൾ വിൽക്കുന്നത് ഈ ഒരൊറ്റ ഇത് കണ്ടിട്ടാണ്. ഈ വിയറ്റ്നാം സൂപ്പർ എർലി ഒരൊറ്റ പ്ലാവ് കണ്ടിട്ടാണ്. പിന്നെ അത് നേരത്തെ മുതലേ ഇങ്ങനെ ഉണ്ടായിക്കൊടുക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത് ഗംഭീരമായിട്ട് കായ്ക്കാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണല്ലോ കായ്ക്കുന്നത്. എപ്പോഴും ചക്കയാണ്, എപ്പോഴും ചക്കയാണ് കൊടുത്തത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഭൂമി പവർ റൂട്ട് ഗാർഡ് പ്രീമിയം ഇതാണ് ബേസിക്കായിട്ട് കൊടുത്തത്. പിന്നെ ആ ഗ്രോത്ത് സ്റ്റേജിൽ കുറച്ച് ഗ്രോ നൈറ്റ് റോക്കിങ് കൊടുത്തു. ഫ്ലവറിങ് സ്റ്റേജിൽ കുറച്ച് ബ്ലൂം ഒന്ന് കൊടുത്തു. ഇത്രയേ കൊടുത്തിട്ടുള്ളൂ.
ഈ റിസൾട്ട് കിട്ടി? പിന്നെ ഒരു ചെറിയ രീതിയിൽ കൊടുത്താലും മതി, നിങ്ങൾക്ക് വലിയ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറയുന്ന ഒരു ഇനം മാവാണ്. ഇതുപോലുള്ള വലിയ മാവിനങ്ങളൊക്കെ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട്. ആവശ്യക്കാർക്ക് ചെറുതും വലുതുമായിട്ടുള്ള മാവിനങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ്. നമ്മുടെ ഈ നഴ്സറിയുടെ പേര്, ലൊക്കേഷൻ? ഇത് RK ഓർഗാനിക് സെൻ്റർ എന്നാണ് ഞങ്ങളുടെ നഴ്സറിയുടെ പേര്. ഇത് വൈക്കം താലൂക്കിൽ, കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിനടുത്ത് ഇറുമ്പയം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരം വലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ഇത് സീഡ്ലെസ് ലെമൺ ആണ്. നമുക്ക് ഡ്രമ്മിനകത്തൊക്കെ ഇതുപോലെ സീഡ്ലെസ് ലെമൺ വളർത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എപ്പോഴും നമുക്ക് അതിൽ നിന്ന് നാരങ്ങ പറിക്കാവുന്നതാണ്. ഇതൊക്കെ സെയിലിനുള്ളതല്ലേ? ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇതുപോലെ ഡ്രമ്മിനകത്ത് വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റിന് ഒത്തിരി ആവശ്യക്കാരുണ്ടെന്നറിയാം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും ചെറിയ വിലയ്ക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ്. വൻ മരങ്ങളല്ലേ? വൻ മരങ്ങളാണ്, എല്ലാം വൻമരങ്ങളായി. ഇത് കേട്ടല്ലേ, ഇതെല്ലാം വലിയ മരങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. വലിയ മാവുകൾ, സീഡ്ലെസ് ലെമണ്, അതുപോലെ തന്നെ റംബൂട്ടാൻ എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും വലിയ ഡ്രമ്മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇത് വാങ്ങാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ മാവുകൾ പോലും ഞങ്ങളിവിടുന്ന് 2500 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ വാഹനവുമായിട്ട് വരിക, സാധനം കയറ്റിക്കൊണ്ട് പോകാം. അതുപോലെ റംബൂട്ടാൻ കണ്ടല്ലേ, ഇതിലൊക്കെ പൂവിട്ട് തുടങ്ങിയ റംബൂട്ടാനുണ്ട്. ഇതൊക്കെ പൂവിട്ട് തുടങ്ങി. ഇതുപോലെ വലിയ റംബൂട്ടാനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ഇത് ഓൾ സീസൺ മാവാണ്. ഇതെല്ലാം കായ്ച്ചു തുടങ്ങി, എല്ലാത്തിലും മാങ്ങ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള വലിയ മാവുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. നിസ്സാര വിലയ്ക്കാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, വണ്ടിയായിട്ട് വന്ന് കയറ്റിക്കൊണ്ട് പോകാം. ഈ കാണുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ഫാർമസിയാണ്, ഒരു ബയോ ഫാർമസിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കർഷകർക്ക് അവരുടെ ഏതൊരു പ്രശ്നമായിക്കോട്ടെ, അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, അങ്ങനെയുള്ള ഏത് ഘട്ടത്തിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഫംഗസ്, മൈറ്റ്സ്, അതല്ലെങ്കിൽ പെസ്റ്റ് ഡിസീസ്, പെസ്റ്റ് കൺട്രോൾ, അങ്ങനെ ഏത് പ്രശ്നത്തിനും നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. ഒട്ടേറെ കർഷകർ കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള കൃഷികൾക്ക്, ഇപ്പോൾ ഏലം, നെല്ല്, അതുപോലെ തന്നെ കുരുമുളക്, കാപ്പി, ഫ്രൂട്ട് പ്ലാന്റ്സ്, അങ്ങനെ ഏത് കൃഷി ചെയ്യുന്നവർക്കും ഞങ്ങളുടെ സേവനം ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതൊരു ബിസിനസ് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകരെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്ത് അവരുടെ കൃഷിയിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളിന്ന് ചെയ്തു പോരുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു കൃഷിരീതി പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ഒട്ടേറെ ആളുകളെ ആവശ്യമുണ്ട്. സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. നമുക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷരഹിതമായിട്ട് ഉള്ള കൃഷി നമ്മുടെ നാട്ടിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കർഷകർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ പോകുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് നമ്മുടെ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുന്നതിലോ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ കർഷകർക്ക് അവർക്ക് ഡയറക്റ്റ് ഒരു ഇടനിലക്കാരില്ലാതെ തന്നെ ഇതിൻ്റെ പ്രോഡക്ട്സുകളെല്ലാം വാങ്ങാൻ പറ്റുന്ന ഒരു വലിയ അവസരം കൂടിയുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർ, കർഷകരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ, ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, അങ്ങനെ എല്ലാവർക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, ട്രെയിനിങ് ഉൾപ്പെടെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും വളരെ വലിയ രീതിയിൽ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആൾക്കാർ ഓർഗാനിക് കൃഷിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മണ്ണിലേക്ക് ഒഴുക്കുന്ന വിഷത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കൃഷി ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകസമൃദ്ധമായെങ്കിൽ മാത്രമേ അത് അന്നം ഔഷധമായി മാറുകയുള്ളൂ. ആശുപത്രികൾ ഒരിക്കലും ഒരു ആരോഗ്യ കേന്ദ്രങ്ങളല്ല. ഞാൻ പറയുന്നത് നമ്മുടെ മണ്ണാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാവർക്കും ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കാൻ ഒരവസരമുണ്ട്. എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.